സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ തുടങ്ങുകയാണ്. വെബ്സൈറ്റ് വഴി വിവരങ്ങൾ സമർപ്പിക്കാം. വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച ശേഷം സ്ഥിരീകരിക്കും. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ വഴിയോ നമ്മുടെ ടാബ്ലറ്റ് വഴി നമ്മുടെ ടാബ് വഴിയോ അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് വഴിയോ വീട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. കേരളം ഒരു സാക്ഷരത സംസ്ഥാനമാണ്, ഹയസ്റ്റ് ലിറ്ററസി ഉള്ളൊരു സംസ്ഥാനമാണ്. നല്ലൊരു ജനകീയ മൂവ്മെൻ്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം എന്യൂമറേറ്റേഴ്സ് വരുന്ന ഒരു സമയം, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നത് അടുത്ത സ്റ്റേജ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത് ജൂൺ 16 തൊട്ട് ജൂൺ 30 വരെയാണ്. ആർ ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇവിടെ സെൻസസിന്റെ ഭാഗമായി ഇതാദ്യമായി ഒരു ഡിജിറ്റൽ സെൻസസ് നടപ്പാക്കാൻ പോകുന്നു. അതായത് എന്യൂമറേറ്റർമാർ ഗൃഹസന്ദർശനം നടത്തുന്നതിന് മുൻപ് തന്നെ സ്വമേധയാ നമുക്ക് ഓൺലൈനായി നമ്മുടെ വിവരങ്ങൾ കൈമാറാൻ കഴിയും. ഇതൊരൊറ്റ മാർഗമാണോ? ഇത് ചെയ്തില്ലെങ്കിലും എന്യൂമറേറ്റർമാർ വീട്ടിൽ വന്ന് ഗൃഹസന്ദർശനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുമോ? എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക? ഇത് കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശം? രാജ്യത്ത് ആദ്യമായാണ് ഈ 2027 സെൻസസിന്റെ ഭാഗമായി ഡിജിറ്റൽ വിവരശേഖരണം നടത്തുന്നത്. അതായത് എനിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആർക്കും സെൻസസ് വകുപ്പിന്റെ പോർട്ടൽ കയറി നമ്മളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താം. നാളെ മുതൽ ഈ ജൂൺ 30 വരെ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എന്നാൽ വീട്ടിൽ വന്ന് വിവരശേഖരണം നടത്തുമ്പോൾ കാര്യങ്ങൾ കൈമാറിയാലും മതി, അതിന് തടസ്സമില്ല. എന്നാൽ ഡിജിറ്റൽ എന്യൂമറേഷൻ വഴി നമ്മൾ വിവരങ്ങൾ നേരത്തെ തന്നെ ഈ പോർട്ടലിൽ സമർപ്പിച്ചാൽ ഹൗസ് എന്യൂമറേഷൻ നടക്കുമ്പോൾ, അതായത് വീടുകളിൽ എത്തി എന്നുള്ള എന്യൂമറേഷൻ നടക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ സൗകര്യം എന്ന് പറയുന്നത്. എന്നാൽ വീടുകളിൽ വന്നുള്ള എന്യൂമറേഷൻ ജൂലൈ 1 മുതൽ 30 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് മുടക്കമില്ലാതെ നടക്കും. അപ്പോൾ എല്ലാവർക്കും വിവരങ്ങൾ കൈമാറാൻ കഴിയും, അതിൽ തടസ്സമില്ല. എങ്കിൽ പോലും ഈ ഡിജിറ്റൽ വഴി വിവരങ്ങൾ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിച്ചാൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അത് കഴിയുമ്പോൾ ഒരു കോഡ്, ഒരു OTP പോലെ ഒരു കോഡ് കിട്ടും. അത് വരുന്ന എന്യൂമറേറ്റർക്ക് വരുമ്പോൾ കൈമാറിയാൽ അദ്ദേഹത്തിന് ഈ വിവരങ്ങളെല്ലാം അതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കൊടുത്ത വിവരങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരിച്ച് അത് അപ്ലോഡ് ചെയ്യുകയാണ് അതിന് നടപടിക്രമം. എന്നാൽ വീടുകൾ വെച്ച് വിവരങ്ങൾ കൈമാറുന്നതിന് തടസ്സമില്ല. അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ സർവേ ഉണ്ടാകില്ല. അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ 2 തവണ ഉദ്യോഗസ്ഥരോട് എത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആളുകൾ സ്ഥലത്തില്ലെങ്കിൽ ഈ വീട് പൂട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ എന്യൂമറേഷൻ നടക്കാത്ത സ്ഥിതി ഉണ്ടാകും. അതാണ് എവിടെയാണോ ആളുകൾ താമസിക്കുന്നത് അവിടെയാണ് ഈ സെൻസസിൻ്റെ ഭാഗമായുള്ള എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ അതിനകത്ത് ഡബിളിംഗ് വരാൻ പാടില്ല എന്നതാണ് സെൻസസ് വകുപ്പ് നിർദ്ദേശിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.